അധികാര രാഷ്ട്രീയവും ആദർശ രാഷ്ട്രീയവും തമ്മിൽ എപ്പോഴും ഒരു സംഘർഷമുണ്ട്. ആദർശ രാഷ്ട്രീയത്തിന് ചില സമയത്തിന് മുൻതൂക്കം കിട്ടും, അധികാര രാഷ്ട്രീയത്തിന് മുൻതൂക്കം കിട്ടും. പക്ഷേ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഈ അധികാര രാഷ്ട്രീയത്തിനാണ് എപ്പോഴും മുൻതൂക്കം കിട്ടുന്നത്. കാര്യം അതിനകത്ത് ജാതി, മതം, കാശ്, സമ്പന്നത, ബിനാമി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഒരിക്കൽ അധികാരം നുണഞ്ഞ ആരും അധികാരമൊന്നും വിട്ടുകൊടുക്കാനൊന്നും തയ്യാറാവുകയൊന്നുമില്ല. അത് ഏത് ചെറിയ പഞ്ചായത്തിലായാലും ഒരു ചെറിയ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ മുതൽ പാർലമെൻറ്റ് വരെ ആയാലും അധികാരം നുണഞ്ഞവരാരും അത് ഒരു സർക്കാർ കൂടത്തിൽ കൈയിട്ടവരാണ്, അവരാരും അത് മാറിക്കൊടുക്കാനും തയ്യാറാവില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ലീഗിൻ്റെ ഒരു തീരുമാനത്തിൽ വന്നൊരു വെള്ളം ചേർക്കലാണ്. ലീഗ് കഴിഞ്ഞ പ്രാവശ്യം തീരുമാനിച്ചു 3 ടേമിനപ്പുറം മത്സരിക്കുന്ന ആളുകൾക്ക് മത്സരിക്കേണ്ട, പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുക. വലിയ കാര്യമായിരുന്നു, ഒരുപാട് പേർക്ക് അവസരം കിട്ടി. അപ്പം അങ്ങനെ ഇപ്രാവശ്യവും അവരൊരു തീരുമാനമെടുത്തു. വളരെ നേരത്തെ തന്നെ പിന്നെ നമ്മുടെ പാണക്കാട് ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തു. കുഞ്ഞാലിക്കുട്ടിയും സാഹിബും അതുപോലെ MK ഡോക്ടർ മുനീറും അങ്ങനെ എല്ലാം വലിയ സംഘമായിട്ട് അവർ തീരുമാനിച്ചു 3 ടേമിൽ കൂടുതൽ ഉള്ള ആളുകൾ മത്സരിക്കേണ്ട, ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മത്സരിച്ചാൽ മതി. കേട്ടാൽ വളരെ മനോഹരമാണ്, സുന്ദരമാണ്, ആദർശാത്മകമാണ്. പക്ഷേ ഇന്നലെ ഒരു സർക്കുലർ പോയി എന്നാണ് കേൾക്കുന്നത്. ആ സർക്കുലർ അനുസരിച്ചാണെങ്കിൽ 3 പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും മത്സരിച്ചാൽ, ആ പാർട്ടി പറയുന്ന വ്യക്തി മത്സരിച്ചാൽ, അല്ലെങ്കിൽ താല്പര്യപ്പെടുന്ന വ്യക്തി മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പരിശോധിക്കണം. മാത്രമല്ല സാമ്പത്തിക താല്പര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുന്നു. അപ്പോൾ ഒരു പാവപ്പെട്ട ആളുകൾക്ക് ഇനി മത്സരിക്കാൻ പറ്റില്ലേ? ഒരു സമ്പന്നനായിട്ടൊരാൾ, ഇലക്ഷന് ഒരുപാട് സാമ്പത്തിക ആവശ്യമുണ്ടല്ലോ, അപ്പോൾ സാമ്പത്തികമുള്ള ഒരാൾ 3 പ്രാവശ്യം നിന്നു, അദ്ദേഹത്തിൻ്റെ ഒരു സാമ്പത്തികമുണ്ട്, വീണ്ടും അദ്ദേഹം നിൽക്കാൻ തീരുമാനിച്ചാൽ കൊടുക്കണമോ? അതേസമയം പാവപ്പെട്ട ആളുകൾക്ക് നിൽക്കാൻ പറ്റില്ലേ? മാത്രമല്ല യൂത്ത് ലീഗിലുള്ള ആളുകൾക്ക് ഇനി സ്ഥാനം കുറയില്ലേ? മുസ്ലിം വനിതാ ലീഗ് ഉണ്ടല്ലോ, വനിതാ ലീഗിലുള്ള ആളുകൾക്ക് അവസരം കുറയില്ലേ? പ്രൊഫഷണൽ ആയിട്ട് ആളുകളും അക്കാഡമിഷ്യന്മാരുമായിട്ടുള്ള വെളിയിലുള്ള ആളുകളെയൊക്കെ സ്വതന്ത്രന്മാരായിട്ടൊക്കെ നിർത്തുമല്ലോ. ലീഗ് ഒരുപാട് പേരെ നിർത്താറുണ്ടല്ലോ, പല പാർട്ടികളും നിർത്ത പോലെ ലീഗ് നിർത്താറുണ്ട്. അങ്ങനെയുള്ളവർക്കുള്ള അവസരം കുറയുമോ? ഇത് വലിയൊരു ചോദ്യമാണ്. അപ്പോൾ എന്തായാലും 3ാം ടേമിൽ ഇളവ് എന്നുള്ള 3 ടേം ആയവർക്ക് വീണ്ടും ഇളവ് കൊടുത്തുകൊണ്ട് 4ാമത് ടേമിലേക്ക് മത്സരിക്കാം എന്നൊരു തീരുമാനം ലീഗ് എടുത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ആദർശ രാഷ്ട്രീയം ഒരു വഴിക്ക് നടക്കും, പാർലമെൻ്ററി രാഷ്ട്രീയം, അധികാര രാഷ്ട്രീയം മറ്റൊരു വഴിക്ക് നടക്കും. പാർലമെൻ്ററി തെരഞ്ഞെടുപ്പ് സംവിധാനം, അത് പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെയുള്ള രാജ്യസഭയാലും ലോകസഭയാലും അവിടെയെല്ലാം ആര് പോകണം, എങ്ങനെ പോകണം എന്നൊക്കെ നിർണ്ണയിക്കപ്പെടുന്നത് മറ്റ് പല ഘടകങ്ങളുമാണ്. അല്ലാതെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മത്സരിച്ചാൽ മതി എന്ന് പറഞ്ഞിടത്ത് ഇപ്പോൾ ചിലപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് 2 പേര്, ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ചേട്ടനും അനിയനും എല്ലാവരും മത്സരിച്ചാലും അത്ഭുതമില്ല. കാര്യം 2 കൂട്ടരും രാഷ്ട്രീയത്തിൽ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ മത്സരിച്ചെന്നിരിക്കും. ഭർത്താവ് ഒരു വാർഡിലെ മെമ്പർ, അടുത്ത വനിതാ വാർഡിലെ മെമ്പർ ഭാര്യ, അല്ലെങ്കിൽ സഹോദരി, അല്ലെങ്കിൽ മക്കൾ, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതൊരു വശത്ത് നടക്കുന്നു. 3 ടേം കഴിഞ്ഞവർക്കും 3 ടേമിൽ മത്സരിച്ചവർക്കും വീണ്ടും അവസരം കൊടുക്കാം. എന്നാൽ 3 ടേമിൽ മത്സരിച്ച് തോറ്റവർക്ക് അവസരം കൊടുത്തുകൊണ്ട് ജയിച്ചവരെയെങ്കിലും ഒഴിവാക്കിയിരുന്നെങ്കിൽ പുതിയ ആളുകൾക്ക് വരാം. കാരണം മറ്റേ ആളിന് ഒരു പ്രാവശ്യമെങ്കിലും വരണമെന്ന ആഗ്രഹത്തോടു കൂടി 4ാമതൊരു പ്രാവശ്യം കൂടെ നോക്കുക. പക്ഷേ ജയിച്ചവരെ വീണ്ടും പരീക്ഷിക്കുമ്പോൾ ആ സ്ഥാനത്തേക്ക് പുതിയ ആളുകൾക്ക് കടന്നു വരാനോ, യുവാക്കൾക്ക് വരാനോ, വനിതകൾക്ക് വരാനോ ഒരു സാധ്യതയില്ല. അത് ശരിയായ ഒരു തീരുമാനമാണോ എന്ന് ലീഗ് ഒന്നുകൂടി പരിശോധിക്കുക. അതുകൊണ്ട് ഇളവ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിലൊരു കാർക്കശ്യം പിടിക്കുക. പരമാവധി 3 ടേം മത്സരിച്ചവരെ ഒഴിവാക്കി പുതു രക്തത്തിന് രാഷ്ട്രീയത്തിൽ അവസരം കൊടുക്കുക. പ്രത്യേകിച്ച് CPM-ലും കോൺഗ്രസിലും BJP-യിലൊക്കെ വലിയ തോതിലാണ് പുതിയ രക്തം വരുന്നത്, പുതിയ ആളുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ലീഗും ആ മാതൃക തന്നെ പിന്തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.